മുസ്തഫ മേലാറ്റൂർ. എല്ലാവർക്കും ടാലി വീഡിയോ ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ടാലിയിൽ നാം വിൽക്കാൻ വേണ്ടി പർച്ചേസ് ചെയ്ത ഓരോ സ്റ്റോക്ക് ഐറ്റംസും എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് എന്ന് നോക്കാം. അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോക്ക് ഐറ്റം എങ്ങനെ വ്യത്യസ്തമായ ഗ്രൂപ്പുകളായും കാറ്റഗറികളായും വേർതിരിക്കുന്നതും യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതും എന്ന് നോക്കാം. അതിനായി ഗേറ്റ്വേ ടാലിയിൽ നിന്നും ഇൻവെന്ററി ഇൻഫോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്റർ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഗ്രൂപ്പ്, അതുപോലെ തന്നെ സ്റ്റോക്ക് ഐറ്റം, യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എന്നിവ കാണാം. ഇതിൽ നിന്നും സ്റ്റോക്ക് ഗ്രൂപ്പ്, അതുപോലെ തന്നെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എന്നിവ നമുക്ക് ഇവിടുന്ന് തന്നെ നേരിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ നാം ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചാണ് ഇവ ക്രിയേറ്റ് ചെയ്യുന്നത്. വിഷമിക്കേണ്ട, വിശദീകരിക്കാം. ഫസ്റ്റ് സെലക്ട് സ്റ്റോക്ക് ഐറ്റം. ഇവിടെ സിംഗിൾ മോഡ്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ മോഡ് എന്നിവ കാണാം. ഇതിൽ നിന്നും സിംഗിൾ മോഡിലെ ക്രിയേറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക, എന്റർ പ്രസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കംപ്ലീറ്റ് ആയ ഐറ്റം ക്രിയേഷൻ പേജ് തുറന്നു വന്നിരിക്കുന്നു. ഇവിടെ നിന്നും ചില സെറ്റിംഗ്സ് മാറ്റങ്ങൾ വരുത്തി ചില ഓപ്ഷൻസ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ നിന്നും അതിനായി ഇവിടെ F11 പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന ഓപ്ഷനിൽ മൗസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും മെയിൻറ്റെയിൻ സ്റ്റോക്ക് കാറ്റഗറീസ് എന്ന ഓപ്ഷൻ യെസ് ചെയ്യുക, സേവ് ചെയ്യുക. അതുപോലെ തന്നെ കോൺഫിഗറേഷൻ ചില മാറ്റങ്ങൾ വരുത്തണം. അതിന് കീബോർഡിൽ നിന്നും F12 പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ കോൺഫിഗറേഷൻ എന്നതിൽ മൗസ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിന്നും അലോ അഡ്വാൻസ് എൻട്രീസ് ഇൻ മാസ്റ്റേഴ്സ് എന്നുള്ളത് യെസ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ നൽകുന്നതിന് വേണ്ടി അത് യെസ് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, ഇനി ഐറ്റം ക്രിയേഷൻ തുടങ്ങാം. ഫസ്റ്റ് ഐറ്റം നെയിം. നാം പർച്ചേസ് ചെയ്ത സ്റ്റോക്ക് ഐറ്റം നെയിം നൽകുക. ഉദാഹരണത്തിന് നമ്മുടെ ഇലക്ട്രോണിക്സ് ബിസിനസ് ആണല്ലോ. അപ്പോൾ നാം സോണി എന്ന കമ്പനിയുടെ 42 ഇഞ്ച്, അതുപോലത്തെ 17 ഇഞ്ച്, 30 ഇഞ്ച് LCD TV ആണ് പർച്ചേസ് ചെയ്തത്. അതുപോലെ തന്നെ സാംസങ് എന്ന കമ്പനിയുടെ 42 ഇഞ്ച്, 17 ഇഞ്ച്, 30 ഇഞ്ച് എന്ന ടി വിയും പർച്ചേസ് ചെയ്തു. അതുപോലെ തന്നെ മോളിനെക്സ് എന്ന കമ്പനിയിൽ നിന്നും 4-in-1, 3-in-1 മിക്സി, അതല്ലെങ്കിൽ ബ്ലെൻഡർ പർച്ചേസ് ചെയ്തു. അതുപോലെ തന്നെ വീഗോർ എന്ന കമ്പനിയിൽ നിന്നും ഫ്ലാഷ് ലൈറ്റ് പർച്ചേസ് ചെയ്തു. നോ കൺഫ്യൂഷൻ, എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് സോണി എന്ന കമ്പനിയുടെ 42 ഇഞ്ച്, 17 ഇഞ്ച്, 30 ഇഞ്ച് TV നാം പർച്ചേസ് ചെയ്തു. ഈ ഐറ്റം എങ്ങനെ ടാലിയിൽ എൻ്റർ ചെയ്യും? ഫസ്റ്റ് നെയിം. ഫസ്റ്റ് സ്റ്റോക്ക് ഐറ്റത്തിന്റെ മോഡൽ നമ്പർ നൽകുക. ഉദാഹരണത്തിന് സോണി എന്ന 42 ഇഞ്ച് LCD TVയുടെ മോഡൽ നമ്പർ 4243. അതായത് മോഡൽ നമ്പർ നൽകി കഴിഞ്ഞാൽ സെയിൽസ് ചെയ്യുമ്പോഴും ഇൻവെന്ററി പിന്നീട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. 43 സോണി 42 ഇഞ്ച് LCD TV. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ക്രിപ്ഷൻ. ആവശ്യമായ ഡിസ്ക്രിപ്ഷൻ നൽകാവുന്നതാണ്. ഉദാഹരണത്തിന് 1 year വാറണ്ടി. അടുത്തതാണ് അണ്ടർ ഗ്രൂപ്പ്. വളരെ ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ്. ഐറ്റം ക്രിയേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ്. ഉദാഹരണത്തിന് നാം പല കമ്പനികളിൽ നിന്നും പല ഐറ്റംസും പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ചെയ്യുന്ന ഐറ്റം ഓരോ ഗ്രൂപ്പുകളായി അല്ലെങ്കിൽ ഓരോ കമ്പനികളായി വേർതിരിക്കുക. അതിനു വേണ്ടിയുള്ള ഓപ്ഷനാണ് അണ്ടർ. ഉദാഹരണത്തിന് ഇപ്പോൾ നാം ക്രിയേറ്റ് ചെയ്യുന്ന ഐറ്റം സോണി എന്ന കമ്പനിയുടെ 42 ഇഞ്ച് LCD TV ആണ്. ഓക്കെ, ഇവിടെ അപ്പോൾ സോണി എന്ന കമ്പനി നെയിമിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി കീബോർഡിൽ നിന്നും Alt+C പ്രസ് ചെയ്യുക. സോണി എന്ന കമ്പനി നെയിം നൽകുക.
എൻ്റർ പ്രസ് ചെയ്ത് സേവ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ, സ്റ്റോക്ക് സമ്മറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാം ക്രിയേറ്റ് ചെയ്ത ഓരോ കമ്പനികളുടെയും സ്റ്റോക്ക് ബാലൻസ് എത്രയുണ്ട്, അതുപോലെ തന്നെ ഓരോ കമ്പനിയുടെയും എത്ര രൂപയുടെ സ്റ്റോക്ക് ബാലൻസ് ഉണ്ട് എന്നറിയാൻ കഴിയും. അതുപോലെ തന്നെ ഇൻവെന്ററി സ്റ്റോക്ക് ചെക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നത് വളരെയധികം സഹായിക്കും. അടുത്തതാണ് കാറ്റഗറി സെക്ഷൻ. നെക്സ്റ്റ് കാറ്റഗറി സെക്ഷൻ അതുപോലെ തന്നെ ഗ്രൂപ്പ് ക്രിയേഷനെ പോലെ ഇമ്പോർട്ടൻ്റ് ആയ വേറെ സെക്ഷനാണ്. ഇവിടെ നാം ക്രിയേറ്റ് ചെയ്യുന്ന ഐറ്റം വ്യത്യസ്ത കാറ്റഗറികളായി തിരിക്കുക. ഉദാഹരണത്തിന് വ്യത്യസ്ത മോഡലുകളുള്ള ഒരുപാട് ടി വികൾ നാം പർച്ചേസ് ചെയ്യും. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ഓരോ ഐറ്റം ടി വി ആണെങ്കിൽ എല്ലാം ടി വി എന്ന കാറ്റഗറി ഉൾപ്പെടുത്തുക. വ്യത്യസ്ത മോഡലുകളുള്ള ഫ്ലാഷ് ലൈറ്റുകൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവയെല്ലാം ഫ്ലാഷ് ലൈറ്റ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ബ്ലെൻഡർ ആണെങ്കിൽ ബ്ലെൻഡർ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക. ഇപ്പോൾ നമ്മൾ ടി വി എന്ന കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത് നാം ക്രിയേറ്റ് ചെയ്യുന്ന ടി വി ആയതുകൊണ്ട് ടി വി എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ കീബോർഡിൽ നിന്ന് Alt+C പ്രസ് ചെയ്ത് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുക. കാറ്റഗറി നെയിം നൽകുക ടി വി, ശേഷം സേവ് ചെയ്യുക. അടുത്തതാണ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. സ്റ്റോക്ക് ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോഴും സെയിൽ ചെയ്യുന്നതും ക്വാണ്ടിറ്റി അനുസരിച്ചാണ്. ക്വാണ്ടിറ്റി നിയന്ത്രിക്കുന്നത് യൂണിറ്റ് ആയിട്ടാണ്. അപ്പോൾ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് അത്യാവശ്യമായി ക്രിയേറ്റ് ചെയ്യണം. സിമ്പിളായ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് അത്യാവശ്യമായ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് നമ്മൾ ക്വാണ്ടിറ്റി തീരുമാനിക്കുന്ന പീസസ് ആണ്. പീസസ് എന്ന ഒരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം. കീബോർഡിൽ നിന്ന് Alt+C പ്രസ് ചെയ്യുക. നെയിം ഷോർട്ട് ഫോം നൽകുക, പീസസ് എന്ന ഷോർട്ട് ഫോം നൽകുക. അതിന്റെ ഫോർമൽ നെയിം ഫുൾ നെയിം നൽകുക. അതിനുശേഷം സേവ് ചെയ്യുക. അതുപോലെ തന്നെ ഡസൻ അതുപോലെയുള്ള മറ്റു ഡസൻ, കിലോഗ്രാം, മില്ലി ലിറ്റർ ക്വാണ്ടിറ്റി എന്താണ് തീരുമാനിക്കുക, യൂണിറ്റ് തീരുമാനിക്കുന്നത് ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ടാക്സ് ഇൻഫർമേഷൻ ഉണ്ട്, ടാക്സ് ഇൻഫർമേഷൻസ് നൽകുക. അതുപോലെ തന്നെ കോസ്റ്റ് മെത്തേഡ്, അതുപോലെ തന്നെ ആവറേജ് സ്റ്റോക്ക്, ആവറേജ് കോസ്റ്റിംഗ് മെത്തേഡ് എന്താണ്, നമ്മൾ ആവറേജ് കോസ്റ്റിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതുപോലെയുള്ള മെത്തേഡുകൾ, ആവശ്യമായ മെത്തേഡുകൾ സെലക്ട് ചെയ്യുക. അടുത്തതാണ് ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഉദാഹരണത്തിന് നമ്മൾ ചിലപ്പോൾ മറ്റുള്ള അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ നിന്നും ടാലിയിലേക്ക് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ ആദ്യം ഉപയോഗിച്ച സോഫ്റ്റ്വെയറിന്റെ സ്റ്റോക്ക് ക്ലോസിംഗ് ബാലൻസ് ഇപ്പോൾ ഈ ടാലിയിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കണം. അപ്പോൾ അങ്ങനത്തെ സന്ദർഭം വരുമ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി നൽകുക. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ക്വാണ്ടിറ്റി, ഉദാഹരണത്തിന് ടി വി ക്വാണ്ടിറ്റി ഒരു പീസ്, ടി വിന്റെ വാല്യൂ നൽകുക 45,000. അപ്പോൾ അതിന്റെ വാല്യൂ കിട്ടും. ഇപ്പോൾ നമ്മൾ നൽകുന്നില്ല. ഓക്കെ, ഉദാഹരണത്തിന് വേറൊരു ഐറ്റംസ്, അടുത്തത് ഒരു ബ്ലെൻഡർ ക്രിയേറ്റ് ചെയ്യാം. 3529 മോഡൽ നമ്പറിലുള്ള ഒരു ബ്ലെൻഡർ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ഐറ്റം ക്രിയേഷൻ എങ്ങനെയെന്ന് നോക്കാം. മോളിനെക്സ് എന്ന കമ്പനിയുടെ അടുത്താണ് ഐറ്റം നാം പർച്ചേസ് ചെയ്യുന്നത്. 3-in-1 ബ്ലെൻഡർ ആണ്. ഡിസ്ക്രിപ്ഷൻ ആവശ്യമെങ്കിൽ നൽകാവുന്നതാണ്. മോളിനെക്സ് എന്ന കമ്പനിയുടെ അണ്ടറിൽ ഉൾപ്പെടുത്തുക. പിന്നെ കാറ്റഗറി എന്നുള്ളത് ബ്ലെൻഡർ എന്നൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുക. യൂണിറ്റ് പീസ് തന്നെയാണ്. എൻ്റർ. ഓപ്പണിംഗ് ബാലൻസ് ഒന്നുമില്ല. അടുത്തത് ഉദാഹരണത്തിന് ഫീഗോർ എന്ന കമ്പനിയിൽ നിന്നും ഫ്ലാഷ് ലൈറ്റ്, ടോർച്ച് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ഐറ്റം ക്രിയേഷൻ. ഫ്ലാഷ് ലൈറ്റ് മോഡൽ നമ്പർ 3800.
Vigor flashlight. ഡിസ്ക്രിപ്ഷൻ നൽകാവുന്നതാണ്. അണ്ടർ വിഗോർ എന്നൊരു കമ്പനിയുടെ വേറൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. കാറ്റഗറി ഫ്ലാഷ് ലൈറ്റ് എന്നൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുക. Alt+C പ്രസ് ചെയ്ത് കാറ്റഗറി എന്നൊരു ക്രിയേറ്റ് ചെയ്യുക. യൂണിറ്റ് ഓഫ് മെഷർമെന്റ് പീസസ് തന്നെയാണ്. എൻ്റർ. ഓപ്പണിംഗ് ബാലൻസ് 2 പീസ് ആണ്. എൻ്റെ വാല്യൂ 85. ടോട്ടൽ 170 rupees. എൻ്റർ ആക്സെപ്റ്റ് ചെയ്ത് സേവ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.